എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാം ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അനലൈസ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വിച്ച് ആർ ദ കളേഴ്സ് ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ രൂപപ്പെട്ട വർണ്ണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ സൺലൈറ്റ് ഒരു പ്രസത്തിൽ കൂടെ കടത്തി വിടുവാണ് അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആ സൺലൈറ്റ് അവിടെ അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് സ്ക്രീനിൽ അവിടെ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് വ്യത്യസ്തങ്ങളായ കളേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ആർ ദ കളേഴ്സ് ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ ഏതൊക്കെ കളേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? വിബ്ജിയോർ ആണ് അല്ലേ. വിബ്ജിയോർ അല്ലെ, വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള കളേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും ഇല്ലേ. നമുക്കറിയാം ഇവിടെ എന്താണ്? റെഡ് ആണ്, ഇവിടെ വയലറ്റും ആണ്. ബാക്കി കളേഴ്സ് എല്ലാം ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ. Then which among these has longest wavelength? ഈ വർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം കൂടിയത് ഏതിനാണ്? റെഡിനാണ് അല്ലേ. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അതുപോലെ വയലറ്റിന് എങ്ങനെയാണ്? വേവ് ലെങ്ത് കുറവാണ്. അപ്പം വേവ് ലെങ്ത് കൂടുതൽ ഏതിനാണ്? റെഡിനാണ് അല്ലേ. റെഡ്. Name the process in which of light splits up into its constituent colors. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നുണ്ടല്ലോ ഇവിടെ വെച്ച് അല്ലേ. അപ്പൊ ആ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഡിസ്പേർഷൻ അല്ലേ. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് പറയുന്നത്? പ്രകാശ പ്രകീർണനം അല്ലേ. പ്രകാശ പ്രകീർണനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത്, വാട്ട് ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് വെൻ റെഡ് ലേസർ ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സൺലൈറ്റ്. സൂര്യപ്രകാശത്തിന് പകരം ചുവപ്പ് ലേസർ പ്രകാശമാണ് ഇവിടെ പതിപ്പിക്കുന്നതെങ്കിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നതെന്നാണ് ചോദ്യം. സൂര്യപ്രകാശം സൺലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ സൺലൈറ്റ് ആണ്. ഈ സൺലൈറ്റിന് പകരം നമ്മൾ റെഡ് കളറിലുള്ള ലേസർ ടോർച്ച് അല്ലെങ്കിൽ ലേസർ പ്രകാശമാണ് ഇവിടെ വരുത്തിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കും, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുവോ? ഇല്ല. അതായത് ഡിസ്പേർഷൻ സംഭവിക്കുന്നില്ല. പകരം എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കും, അപവർത്തനം നടക്കും അല്ലേ. ഡിസ്പേർഷൻ നടക്കുന്നില്ല. ഡിസ്പേർഷൻ കേട്ടോ. ഡിസ്പേർഷൻ അതായത് പ്രകാശ പ്രകീർണനം അവിടെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ അല്ലേ. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? അപവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം റെഡ് ലേസർ ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒറ്റ ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ. അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് എ റീസൺ. മനസ്സിലായല്ലോ. ദ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കട്ടോ. ആദ്യമേ ഉണ്ടാകുന്നത് വിബ്ജിയർ ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ വേവ് ലെന്ത് ഉള്ളതിന് റെഡിനാന്ന് നമ്മൾ പറഞ്ഞു. അതിന് പറയുന്ന പേര് ഡിസ്പേർഷൻ ആണ്. ദെൻ റീസൺ പറഞ്ഞല്ലോ. ലേസർ ഉപയോഗിക്കുമ്പോൾ, റെഡ് ലേസർ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നോ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് വിൽ ടേക്സ് പ്ലേസ്, ഓൺലി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ക്യാൻ ബി സീൻ അല്ലേ. പ്രകാശ പ്രകീർണനം സംഭവിക്കുന്നില്ല, അപവർത്തനം മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ഫിഗർ ഷോസ് ഡിസ്പേർഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ വാട്ടർ ഡ്രോപ്പ് ഇൻ അറ്റ്മോസ്ഫിയർ. എന്താണ് ഡിസ്പേർഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ? ഒരു വാട്ടർ ഡ്രോപ്പിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ ഫിനോമിന ഓഫ് ലൈറ്റ് ദാറ്റ് ദ റേ അണ്ടർഗോസ് ഇൻസൈഡ് ദ ഡ്രോപ്പ്. ജലഗണയ്ക്കുള്ളിൽ പ്രകാശരശ്മി ഏതെല്ലാം പ്രകാശ പ്രതിഭാസങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്? ജലഗണയ്ക്കുള്ളിൽ വെച്ച് ഇവിടെ വെച്ച് അല്ലെ, ഈ ഒരു പോർഷനിൽ വെച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്പേർഷനും സംഭവിക്കുന്നുണ്ട്. ഡിസ്പേർഷൻ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ, അപവർത്തനവും നടക്കുന്നുണ്ട് ഇല്ലേ. പിന്നെ ഈ ഒരു പോയിന്റ് വെച്ച് എന്താണ് സംഭവിക്കുന്നത്? ഇന്റേണൽ റിഫ്ലക്ഷൻ ഇല്ലേ. ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് ഇല്ലേ. ഉള്ളിൽ നമുക്ക് ഇന്റേണൽ റിഫ്ലക്ഷൻ, അത് ആന്തര പ്രതിഫലനം അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇല്ലേ. അപ്പം രണ്ട് തവണ റിഫ്രാക്ഷനും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ആന്തര പ്രതിഫലനവും സംഭവിക്കുന്നുണ്ട്. അപ്പം കൂടാതെ എന്തുകൊണ്ട്? പ്രകാശ പ്രകീർണനം സംഭവിക്കുന്നുണ്ട്. അപ്പം അപവർത്തനം സംഭവിക്കുന്നുണ്ട് ഇല്ല. രണ്ട് തവണ അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ റിഫ്ലക്ഷനും അവിടെ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി
ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ കളേഴ്സ് പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ ഉണ്ടല്ലോ, ഈ പിയിലും ക്യൂയിലും വരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമുക്കറിയാം എന്താ ഇങ്ങനെ വരുന്നതാണ്, കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനാണ്. അപ്പൊ ഇത് വയലറ്റും ഇത് റെഡും ആണ് അല്ലേ. കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറവ് ഡീവിയേഷൻ സംഭവിക്കുന്നത് റെഡിനുമാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ റെഡ് ദാ ഇവിടെ വന്നിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡാണ്, വി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, വയലറ്റും ആണ്. മനസ്സിലായല്ലോ. വാട്ട് ആർ ദ കളേഴ്സ് സീൻ ഇൻ ഇന്നർ ആൻഡ് ഔട്ടർ എഡ്ജ് ഓഫ് എ പ്രൈമറി റെയിൻബോ. പ്രൈമറി റെയിൻബോ എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന റെയിൻബോ ആണ് പ്രൈമറി റെയിൻബോ. ആ പ്രൈമറി റെയിൻബോയുടെ ഇന്നറിലും ഔട്ടറിലും ഏതൊക്കെ കളേഴ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇന്നറിൽ ഏത് കളറാണ് വരുന്നത്, ഇന്നറിൽ വരുന്നത്, അതായത് ഉൾഭാഗത്ത് വരുന്നത് വയലറ്റ് ആണ് കേട്ടോ. ഉൾഭാഗത്ത് വരുന്നത് വയലറ്റ് ആണ്. ഔട്ടർ റീജിയണിൽ ഏതാണ് വരുന്നത്, റെഡ് ആണ് വരുന്നത് കേട്ടോ. ഔട്ടർ റീജിയണിൽ റെഡ് ആണ് വരുന്നത്, അതായത് പുറം വക്കിലും അകം വക്കിലും. മനസ്സിലായല്ലോ. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ നോക്കിയാൽ റിഫ്രാക്ഷൻ, ഇന്റേണൽ റിഫ്ലക്ഷൻ, പിന്നെ എന്താണ് ഡിസ്പേർഷനും പറയാൻ കേട്ടോ. അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഡിസ്പേർഷനും സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യമാണ് കേട്ടോ. പ്രധാനമായിട്ട് റിഫ്രാക്ഷനും ഇന്റേണൽ റിഫ്ലക്ഷനും ആണ് നടക്കുന്നത്, ഡിസ്പേർഷനും അവിടെ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി പി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഏതാണ്, പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ്, ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അപ്പം പിയില് വയലറ്റും ക്യൂവില് റെഡും ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. പിന്നെ ഉള്ളിൽ എന്താണ്, ഉള്ളിൽ വയലറ്റ് ആണ്, ഔട്ടർ സൈഡിൽ റെഡും ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. റെയിൻബോ എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ടർ സൈഡിൽ റെഡ് ആണ്, ഉള്ളിൽ വയലറ്റ് ആണ് വരുന്നത്. അപ്പം വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ നിന്ന് പോകുമ്പോൾ കേട്ടോ, വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ മുകൾ ഭാഗത്ത് വയലറ്റ് ആണ്, താഴെ ഭാഗത്ത് റെഡും ആണ്. മനസ്സിലായല്ലോ. ഇത് തമ്മിൽ മാറിപ്പോയല്ലോ കേട്ടോ. മിക്ക കുട്ടികൾക്കും ചിലപ്പോൾ തെറ്റാറുണ്ടോ, ശ്രദ്ധിക്കുക കേട്ടോ. റെയിൻബോ എന്ന് പറയുമ്പോൾ ഔട്ടറിൽ റെഡ് ആണ്, ഇന്നറിൽ വയലറ്റ് ആണ്. നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ കേസ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ, ഇങ്ങനെ കാണുമ്പോൾ തെറ്റല്, മുകൾ ഭാഗത്ത് വരുന്നത് വയലറ്റ് ആണ്, ദെൻ താഴെ ഭാഗത്ത് റെഡും ആണ് വരുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഗിവൺ ബിലോ ഷോസ് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം. എന്താണ് കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. വിച്ച് കളേഴ്സ് ഡീവിയേറ്റ്സ് മോർ, ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന ഏത് വർണ്ണത്തിനായിരിക്കും, ഏത് കളറിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്, ഏതിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്, വയലറ്റിനാണ് അല്ലേ. വയലറ്റിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. വിച്ച് കളർ ആർ ദി വിസിബിൾ ലൈറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത്, ഏതിനാണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഏതിനാണുള്ളത്, റെഡിനാണ് അല്ലേ. റെഡിനാണ് കൂടുതൽ വേവ് ലെങ്ത്. ഡ്യൂറിങ് ഡിസ്പേർഷൻ ഈച്ച് കളേഴ്സ് ഹാസ് ഗോട്ട് ഡിഫറെന്റ് ഡീവിയേഷൻസ്. വൈ, ഓരോ വർണ്ണത്തിനും വ്യത്യസ്ത തോതിൽ വ്യതിയാനം സംഭവിക്കുന്നു ഇല്ല. ഓരോ വർണ്ണത്തിനും വ്യത്യസ്ത തോതിലല്ലേ വ്യതിയാനം സംഭവിക്കുന്നേ. അതിന്റെ റീസൺ എന്താണ്, വ്യത്യസ്ത തോതിൽ വ്യതിയാനം സംഭവിക്കാൻ കാരണം എന്താണ്, ഓരോന്നിനും ഓരോ വേവ് ലെങ്ത് ആണ്. ഡിഫറൻസ് ഇൻ ദ വേവ് ലെങ്ത് എന്ന് പറയാം. വേവ് ലെങ്തിലുള്ള വ്യത്യാസം കാരണമാണ് അവിടെ വ്യതിയാനവും അവിടെ സംഭവിക്കാൻ കാരണം. മനസ്സിലായല്ലോ. ദ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വയലറ്റിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് പറഞ്ഞു. കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കേട്ടോ, വേവ് ലെങ്ത് ഉള്ളത് റെഡിനാണ്. റീസൺ എന്താണ്, ബിക്കോസ് ഡിഫറെന്റ് കളർ ഹാവ് ഡിഫറെന്റ് വേവ് ലെങ്ത്. ഓരോ കളറിനും എങ്ങനെയാണ്, ഓരോ വേവ് ലെങ്ത് ആണ് അല്ലേ. നമുക്ക് വ്യത്യസ്ത നിറങ്ങൾക്ക് വ്യത്യസ്ത തരംഗദൈർഘ്യമായതുകൊണ്ട് വിസരണ നിരക്ക് അവിടെ എങ്ങനെയായിരിക്കും, വ്യത്യസ്തമായിരിക്കും. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. മനസ്സിലാക്കുക കേട്ടോ. റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ, റെഡിന് വേവ് ലെങ്ത് കൂടുതൽ, വയലറ്റിന് വേവ് ലെങ്ത് കുറവ്. ക്ലിയർ ആയല്ലോ. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിന ടേക്കിംഗ് പ്ലേസ് വെൻ ലൈറ്റ് റേസ് പാസ് ത്രൂ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ടു ഫോം എ റെയിൻബോ. ആകാശത്ത് മഴവില്ല് രൂപപ്പെടുമ്പോൾ ഒരു ജലഗണിയിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് സംഭവിക്കുന്നത് എന്താണ്? മഴവില്ലുണ്ടാകുമ്പോൾ ജലഗണിയിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇന്റേണൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ആണ് ഇന്റേണൽ റിഫ്ലക്ഷൻ. നൺ ഓഫ് ദിസ്. ഏതാണ്? റിഫ്രാക്ഷനും ഇല്ലേ, റിഫ്രാക്ഷനും ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപവർത്തനവും എന്താണ്, ആന്തര പ്രതിപതനവും സംഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കേട്ടോ റിഫ്രാക്ഷനും ഇന്റേണൽ റിഫ്രാക്ഷൻ അവിടെ 2 തവണ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കാം കേട്ടോ. റിഫ്രാക്ഷൻ 2 തവണ സംഭവിക്കുന്നുണ്ട്, ഇന്റേണൽ റിഫ്ലക്ഷനും സംഭവിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഡിസ്പേർഷനും സംഭവിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതും നമുക്ക് പറയാം. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a ray of white light enters obliquely and passes through a prism. എന്താണ്? ഒരു ഗ്ലാസ് പ്രസത്തിനുള്ളിലേക്ക് ചെരിഞ്ഞ് പ്രവേശിച്ച് കടന്നു പോകുന്ന ഒരു ധവള പ്രകാശരശ്മി, ഒരു വൈറ്റ് ലൈറ്റ് ഒരു ഗ്ലാസ് പ്രസത്തിനുള്ളിലേക്ക് ചെരിഞ്ഞ് വീഴുവാണ്.
നോക്കിയേ, ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ, അണ്ടർഗോസ് ഡിസ്പേർഷൻ ആൻഡ് ഡീവിയേഷൻ, നോട്ട് സബ്ജക്റ്റ് ടു എനി ഓഫ് ദീസ്. അതായത് ഒരു പ്രിസം ഇല്ലേ, ഇതൊരു പ്രിസമാണ്. ഈ പ്രിസത്തിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞു വന്ന് വീഴുവാണ്. ചെരിഞ്ഞു വന്ന് വീഴുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുന്നുണ്ട്? അപവർത്തനത്തിന് വിധേയമാവുന്നില്ല. ശരിയാണോ? അപവർത്തന വിധേയമാവുന്നുണ്ടല്ലോ അല്ലേ? അപവർത്തനം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അപവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് നേരെ ബൗണ്ടറിക്ക്. അപ്പം അപവർത്തനം സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അപവർത്തനത്തിന് വിധേയമാവുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അത് തെറ്റാണ്. അണ്ടർഗോസ് ഡിസ്പേർഷൻ പ്രകീർണനം നടക്കുന്നുണ്ടല്ലോ, വൈറ്റ് ലൈറ്റ് ഇല്ല, അപ്പൊ പ്രകീർണനം അവിടെ സംഭവിക്കുന്നുണ്ട്. അണ്ടർഗോസ് ഡിസ്പേർഷൻ ആൻഡ് ഡീവിയേഷൻ, പ്രകീർണനവും സംഭവിക്കുന്നുണ്ട്, ദിശാവ്യതിയാനോ ഇല്ലേ, അപ്പൊ അതും കറക്റ്റ് ആണ്. പ്രകീർണനവും സംഭവിക്കുന്നുണ്ട്, ദിശാവ്യതിയാനവും സംഭവിക്കുന്നുണ്ട്. നോട്ട് സബ്ജക്റ്റ് ഇതൊന്നും അല്ല അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? ഈ രണ്ടാമത്തെ കാര്യം ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡീവിയേഷനും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? 2ഉം 3 ഉണ്ടോന്ന് നോക്കിയേ. 2 and 3 ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ 2 and 3 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യനും ആൻസേഴ്സും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. വിച്ച് ആർ ദ കളേഴ്സ് ഫോംഡ് ഓൺ ദ സ്ക്രീൻ? ഈ സ്ക്രീനിൽ ഫോം ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത്രയും കളേഴ്സ്, അതായത് വിജിയോർ ഇല്ലേ, അതാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ദാറ്റ് കോസസ് എ ഫോർമേഷൻ ഓഫ് അരേ ഓഫ് കളേഴ്സ്. ഇങ്ങനെ കളേഴ്സിന്റെ ഒരു അരേ, ഒരു ശ്രേണി കാണപ്പെടുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണ്? ഡിസ്പേർഷൻ അല്ലെങ്കിൽ എന്താണ്? പ്രകാശ പ്രകീർണനമാണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫിനോമിനോ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. അതായത് കോമ്പോസിറ്റ് ലൈറ്റ് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. വിച്ച് ആർ ദ കളേഴ്സ് ഡിനോട്ടഡ് ബൈ എ ആൻഡ് ബി? നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിന്റെ വേറെ ഫോർമാറ്റ് തന്നെയാണെന്നുള്ളൂ കേട്ടോ. എ ഏതാണ്? എ വയലറ്റ് ആണ്, ബി എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡ് ആണ്. വിച്ച് കളേഴ്സ് ഡീവിയേറ്റ്സ് മോസ്റ്റ് ആൻഡ് വിച്ച് വൺ ലീസ്റ്റ്? കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്ന ഏതിനാണ്? വയലറ്റിനാണ്. മോസ്റ്റ് ഡീവിയേഷൻ വയലറ്റ് ആണ്, ലീസ്റ്റ് ഡീവിയേഷൻ ഏതാണ്? റെഡ് ആണ്. ഡിഫറെന്റ് കളേഴ്സ് അണ്ടർഗോ ഡിഫറെന്റ് ഡീവിയേഷൻ, റീസൺ ദാറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ വേവ് ലെന്തിലുള്ള വ്യത്യാസം. ആൻസർ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ന്യൂട്ടൺസ് കളർ ഡിസ്ക് റൊട്ടേറ്റ്സ് ഫാസ്റ്റ് ഇറ്റ് അപ്പിയേഴ്സ് വൈറ്റ്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതെങ്ങനെയാണ്? അത് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് വൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു. വിച്ച് ഫിനോമിന ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? അതിന് കാരണം ഏതാണ്? ഏത് ഫിനോമിനാണ് ഇതിന് കാരണം? ഏതാണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അതായത് വീക്ഷണ സ്ഥിരത. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ? When an object is viewed by a person, the image remains in the retina for a time interval of 1/16 seconds. അതായത് നമ്മളൊരു ഇമേജിനെ കാണുമ്പോൾ അത് 1/16 സെക്കൻഡിൽ നമ്മൾ ആ റെറ്റിനയിൽ അത് റിമൈൻ ചെയ്യും. 1/16 ആണ് കേട്ടോ. നമ്മൾ സൗണ്ടിന്റെ കേസിൽ 1/10 ആണ് പഠിച്ചത്, മാറിപ്പോയല്ലോ കേട്ടോ. അപ്പൊ അതിന് പറയുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അല്ലെങ്കിൽ എന്താണ്? വീക്ഷണ സ്ഥിരത. മലയാളത്തിൽ പറയുന്നതാണ് വീക്ഷണ സ്ഥിരത. Give examples. എന്താണ്? An illuminated torch rotate it appears as an illuminated circle. ഒരു ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ടോർച്ച് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഇലുമിനേറ്റഡ് സർക്കിൾ ആയിട്ട് അത് ഫോം ചെയ്യുന്നു. പിന്നെ റെയിൻ ഡ്രോപ്സ് ലുക്സ് ലൈക്ക് എ ഗ്ലാസ് റോഡ് ഡ്യൂറിങ് റെയിൻ. മഴ സമയത്ത് റെയിൻ ഡ്രോപ്പ് ഇങ്ങനെ ഗ്ലാസ് റോഡ് പോലെ കാണുമല്ലേ? ഗ്ലാസ് ഇങ്ങനെ കാണാം, ഡ്രോപ്പാണ്, പക്ഷെ അത് ഗ്ലാസ് റോഡ് പോലെ നമുക്ക് തോന്നുവാണ് ചെയ്യുന്നത്. അതിനൊക്കെ കാരണം എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അല്ലെങ്കിൽ ഈ വീക്ഷണ സ്ഥിരത മൂലമാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൺ ഫിഗർ. ഇഫ് ദർ എനി ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫിഗേഴ്സ് എക്സ്പ്ലെയിൻ ദ റീസൺ. അതായത് ഈ ഫിഗർ നോക്കാനാണ് പറയുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എന്താണ് ഡിഫറൻസ്? ഇവിടെ നോക്കിയാൽ ലേസർ ഇല്ലേ, ലേസർ ഇതാ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ലേസർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒറ്റ ഇതോളൂ. ലേസറിന്റെ പ്രത്യേകത എന്താണ്? ഒറ്റ കളറാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ സംഭവിക്കുമോ? ഡിസ്പേർഷൻ സംഭവിക്കുമോ? ഇല്ല. ഇത്തരം ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കോട്ടെ. ലേസർ ആണെങ്കിൽ ഒറ്റ ഒരു റേ ഉള്ളു പോകത്തുള്ളൂ. ഇത് റിഫ്രാക്ഷൻ നടക്കും, അപവർത്തനം സംഭവിക്കും. അതേസമയം സൺലൈറ്റ് ആണെങ്കിലോ സൺലൈറ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കും? ഡിസ്പേർഷൻ സംഭവിക്കും ഇല്ലേ, പ്രകീർണനം അവിടെ സംഭവിക്കും. അത് കൃത്യമായിട്ട് വരച്ചണം. സൺലൈറ്റ് ആണോ ലേസർ ആണോ നോക്കി വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും കാണുന്നതാണ് കേട്ടോ. അത് കൃത്യമായിട്ട് വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? പിന്നെന്താണ്? എക്സ്പ്ലെയിൻ ദ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല എന്താണ്? ദർ ഈസ് ഓൺലി വൺ കളർ ഇൻ ലേസർ. ലേസറിൽ ഏതാണ്? ഒറ്റ കളറേ ഉള്ളൂ അല്ലേ. പക്ഷെ സൺലൈറ്റിൽ എങ്ങനെയാണ്?
സൺലൈറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഓഫ് 7 കളേഴ്സ് ആൻഡ് സോ അണ്ടർഗോസ് റിഫ്രാക്ഷൻ. അല്ലേ, സൺലൈറ്റിൽ 7 കളേഴ്സ് ഉണ്ട്. ഇല്ല, അതുകൊണ്ട് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡിസ്പേർഷനും സംഭവിക്കുന്നുണ്ട്. അല്ലേ, റിഫ്രാക്ഷൻ മാത്രമല്ല, അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ. അല്ലേ, ഡിസ്പേർഷനും സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് അവിടെ വേർതിരിയുന്നുമുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലേസർ ആണോ സൺലൈറ്റ് ആണോ എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which radiation in sunlight is mainly responsible for the heat in the sunrise? സൺറൈസിൽ ഹീറ്റിന് കാരണമാവുന്ന എന്താണ് റേഡിയേഷൻ ഏതാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇല്ല, ഇൻഫ്രാറെഡ് റേഡിയേഷൻ അല്ലെങ്കിൽ IR റേഡിയേഷൻ ആണ് ഹീറ്റിന് കാരണമായിട്ടുള്ളത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചത്. UV റേയുടെ റോൾ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് വിറ്റമിൻ ഡി. വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരുടെ സഹായത്തോടു കൂടിയാണ്? അൾട്രാവയലറ്റ് റേഡിയേഷന്റെ സഹായത്തോടു കൂടിയാണ്. മനസ്സിലായല്ലോ? Then name the radiation that constitute the electromagnetic spectrum. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാ നോക്കുക, ഗാമ റേ, എക്സ്റേ, അൾട്രാവയലറ്റ് റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേ, റേഡിയോവേഴ്സ്. ഇതാണ് ഇത്രയും റേസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള കേട്ടോ. അതിന്റെ വേവ് ലെന്തിന്റെ ഓർഡറും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വേവ് ലെന്തിന്റെ ഓർഡറിലാണ് കേട്ടോ എഴുതി. അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെന്ത് കേട്ടോ. വേവ് ലെന്തിന്റെ അസെൻഡിങ് ഓർഡറിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഞാൻ നോക്കുക, വേവ് ലെന്ത് ഏറ്റവും കുറവ് ഇല്ലേ, വേവ് ലെന്ത് ഏറ്റവും കുറവ് ഏതിനാണ്? ഗാമാറേക്കാണ് വേവ് ലെന്ത് കുറവ് കേട്ടോ. വേവ് ലെന്ത് അസെൻഡിങ് ഓർഡറിൽ, അതായത് വേവ് ലെന്ത് ഏറ്റവും കുറവ് ഗാമാറേക്കാണ്. വേവ് ലെന്ത് കൂടുതൽ ഏതിനാണ്? റേഡിയോവേഴ്സിനാണ് കേട്ടോ. ഓർഡർ ഗാമാറേ വേവ് ലെന്തിന്റെ അസെൻഡിങ് ഓർഡറിൽ കേട്ടോ. വേവ് ലെന്ത് കൂടുന്നതനുസരിച്ച് പഠിക്കുക കേട്ടോ. ഗാമാറേ, എക്സ്റേ, അൾട്രാവയലറ്റ് റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേ, റേഡിയോവേഴ്സ്. അപ്പൊ വിസിബിൾ ലൈറ്റ് ഇവിടെയുണ്ട്. ഈ വിസിബിൾ ലൈറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന റേസ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. UV റേയും ഇൻഫ്രാറെഡ് റേയും ആണ് വിസിബിൾ റേയുടെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത്. അതിൽ വേവ് ലെന്ത് ഏതിനാണ് കൂടുതൽ? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിസിബിൾ ലൈറ്റിന്റെ ഏത് ഭാഗത്ത്, ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കൂടുതൽ വേവ് ലെന്ത് എന്ന് ചോദിക്കാം. കൂടുതൽ വേവ് ലെന്ത് ഉള്ള ഏതിനാണ്? IR റേക്ക് അല്ലേ. അൾട്രാവയലിനേക്കാളും കൂടുതൽ വേവ് ലെന്ത് ഉള്ളത്, വേവ് ലെന്ത് കൂടുന്ന ഓർഡറിലല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പം അൾട്രാവയലിനേക്കാളും കൂടുതൽ വേവ് ലെന്ത് ഉള്ളത് ഏതിനാണ്? ഇൻഫ്രാറെഡ് റേക്കാണ് കേട്ടോ. ഇൻഫ്രാറെഡിനാണ് വേവ് ലെന്ത് കൂടുതൽ. മനസ്സിലാക്കിയിരിക്കാം. വേവ് ലെന്തിന്റെ ഓർഡർ ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ഗാമ, എക്സ്റേ, UV, വിസിബിൾ, IR, റേഡിയോവേഴ്സ്. ക്ലിയർ ആയല്ലോ? ഇനി എനർജിയുടെ കേസിൽ ചോദിക്കുകയാണെങ്കിൽ എനർജി തിരിച്ചാണ് വരുന്നത് കേട്ടോ. ഹൈ എനർജി കൂടുതലുള്ളത് ഗാമാറേക്കാണ്. എനർജി കുറവുള്ളത് ഇതിനാണ് റേഡിയോവേഴ്സ്. എനർജിയുടെ കേസ് എനർജിയും വേവ് ലെന്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് ഓർത്തേച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും ഓർഡറിന് ഓർത്തിരിക്കുക. വേവ് ലെന്തിന്റെ ഓർത്തേച്ചാൽ മതി. വേവ് ലെന്തിന്റെ ഓർഡർ, വേവ് ലെന്ത് കൂടുന്നതിന്റെ ഓർഡർ ഓർത്തിരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എനർജി എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ, which type of electromagnetic radiation has a shortest wavelength? ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ഏതിനാണ്? ഗാമാ റേക്കാണ് ഷോർട്ടസ്റ്റ് വേവ് ലെന്ത്. which type of electromagnetic radiation has the longest wavelength? ലോങ്ങസ്റ്റ് വേവ് ലെന്ത് ഏതിനാണ്? റേഡിയോവേഴ്സിനാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? പിന്നെ ഇതും കൂടെ മനസ്സിലാക്കിയിരിക്കാം. വിസിബിൾ ലൈറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വേഴ്സുകളുണ്ട്. അതിന് ഏതിനാണ് കൂടുതൽ വേവ് ലെന്ന് ചോദിക്കാം. അപ്പൊ കൂടുതൽ വേവ് ലെന്ത് ഏതിനാണുള്ളത്? IR റേക്കാണ്. മനസ്സിലായല്ലോ? അപ്പൊ അത് പഠിക്കുക. ആ ഓർഡർ പഠിക്കുക കേട്ടോ. ഓർഡറിൽ നിങ്ങളൊന്ന് എഴുതി നോക്കി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡറിലൊന്ന് എഴുതി നോക്കി വെച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഏകദേശം ഇത്രയും പോർഷൻസേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പ്രത്യേകമായിട്ട് കളറിൻ്റെ ഒക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓർഡർ, അതായത് ഈ വിബ്ജിയോറിൻ്റെ ഓർഡർ ഉണ്ടല്ലോ, വേവ് ലെന്ത് ഏതിനാണ് കൂടുതൽ, വേവ് ലെന്ത് ഏതിനാണ് കുറവ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെന്താണ് ലേസറും കേട്ടോ. അതും ആ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പഠിച്ചോണം കേട്ടോ. ലേസറും അതുപോലെ തന്നെ സൺലൈറ്റ് വേണം വരുന്നെങ്കിൽ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തു പോകും. ലേസർ ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യല, ഒറ്റ ഒരു ഇത് ഉണ്ടാകത്തുള്ളൂ. ഡിസ്പെർഷൻ സംഭവിക്കുകയില്ല, പക്ഷെ റിഫ്രാക്ഷൻ അവിടെ സംഭവിക്കും. മനസ്സിലായല്ലോ? ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എല്ലാവരും നല്ലോണം പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
താങ്ക് യു.